താനെന്താ ഈ നേരത്ത്? ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. തന്റെ അടുത്ത് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് കണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കുന്ന ആൾ കാശുണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു, അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിലൊരു പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ? അഖിൽമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലോ മത്സരിച്ചാലോ ഞങ്ങൾക്ക് നഷ്ടമുണ്ടാകും എന്നുള്ള ഭയമാണ്. എനിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലായാലും സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. രണ്ട്, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ നടന്ന ഒരുപാട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരുപാട് ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എൻ്റെ പഞ്ചായത്തിൽ നടക്കുന്ന തെറ്റുകൾക്ക് വേണ്ടി ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. തൊഴിലുറപ്പിലെയും മറ്റ് പ്രദേശത്തെയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ജനകീയ വിഷയങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എടുത്തൊരു സിനിമ പോലും പൊളിറ്റിക്കൽ സ്വഭാവമുള്ള സിനിമയാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഒരുപാട് ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. എന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി.